ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു കൃഷിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയാലോ. ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരെയൊന്നും കൂട്ടാതെ ഞാനും വീട്ടുകാരെയും കൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കൂലിക്കുന്ന ആളിനെ വെച്ച് ശരിയാകുകയില്ല. ഇപ്പോൾ ഇച്ചിരി വഴുതനയുണ്ട്. വഴുതന കുറേ വാടിപ്പോയി. ഒരു 10-15 വെച്ചതാണ്. ഇനിയിപ്പോൾ ഒരു 1 2 3 4 5 6 എവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി. ഉണങ്ങിയല്ല, വാടിപ്പോയി. പൂവിട്ട് കാ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം വാടിപ്പോയി. അതിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും ഇന്നിപ്പോൾ അതിൻ്റെ ഞങ്ങളിത് വൈകുന്നേരമുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ നടന്നത്. പുഴു ഇതിനൊന്നും നമുക്ക് മരുന്നടിച്ചാൽ ഇതൊക്കെ പോകും. ഇതുണ്ടോ, ഇത് നിറച്ച് പുഴുവാണ്. ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചിട്ട് വെച്ച് ചവിട്ടി അങ്ങ് പീച്ചും. എന്നുമെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ചൂടെ നടന്നാലേ നമ്മുടെ വീട്ടാവശ്യമുള്ള പച്ചക്കറി വിഷമില്ലാത്തത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഞങ്ങൾ വിത്തിനിട്ടിരിക്കുന്നതാണ്. ഇത് പഴുത്തു, ഇനിയിപ്പോൾ പറിക്കാറായി. വഴുതനങ്ങ കുറച്ച് പറിക്കാനുണ്ട്. ഇത്തിരി വളമൊന്നും ഇടുന്നില്ല. ഞങ്ങൾ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഇടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ഒഴിക്കും. അതാണ് ഞങ്ങളുടെ മിക്കവാറുമുള്ള വളം. അല്ലാതെയുള്ള വളങ്ങൾ കുറവാണ്. പിന്നെ പുഴുവിൻ്റെ ശല്യം കണ്ടമാനം വരുവാണെങ്കിൽ ഇതും പുഴുവാണ്. ഇത് ഞങ്ങൾ വേപ്പെണ്ണ ഇതുണ്ട്, നിറച്ച് പുഴു ഇരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് 2 ദിവസം കൊണ്ട് ഇത് മുഴുവൻ തിന്നും. ഈ വേപ്പെണ്ണ കലക്കി തളിക്കും. അന്നേരം 2 ദിവസം അടുപ്പിച്ച് അത് വൈകുന്നേരങ്ങളിലേ അടിക്കാവുള്ളൂ. വൈകുന്നേരം അടിച്ചില്ലെങ്കിൽ ചിലപ്പോഴേ ഇലയ്ക്ക് വാട്ടലുണ്ടാവും. പയറ് ഇത് മുഴുവൻ പോയി. പയർ അത്യാവശ്യം ഞങ്ങൾക്ക് തോരൻ വെക്കാനുള്ളത് കിട്ടും, അത് മതി. ഇതാണ് പയർ. ഒത്തിരി ഉണ്ടായിരുന്നു, നട്ടതാണ്, മുഴുവൻ പോയതാണ്. ഇതൊക്കെ ഉള്ളൂ. ഇനി ഞാനേ മൈക്ക് നമ്മുടെ മീയുടെ കയ്യിലോട്ട് കൊടുക്കാം. ഫോട്ടോഗ്രാഫ് പുള്ളിക്കാരി ചെയ്യട്ടെ, വീഡിയോ എടുക്കട്ടെ. താങ്ക് യു മിസ്റ്റർ. ഇത് വെട്ടുകത്തിപ്പയറാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഇത് നീളമുള്ള വെട്ടുകത്തി പോലെ ഇരിക്കും. ശരിക്കും ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ ഇതിൽ കട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളത് അരിഞ്ഞ് തോരൻ വെക്കാൻ നല്ലതാണ്. പക്ഷേ അരിഞ്ഞ് തിളപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റും. എന്നിട്ടാണ് എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ അങ്ങനെയാണ് വീട്ടിലൊക്കെ വെക്കാറുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വേണ്ടി വരും. കട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പയറിന്. പക്ഷെ നല്ലതാണ് കേട്ടോ. തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. നമ്മുടെ ചീനിയിലെ മുളക് ഇതേ പഴുത്ത് നിൽക്കുന്നു. ഓണത്തിന് പറിച്ചത് ഇപ്പോഴും ഇരിക്കുക. ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഏകദേശമായിട്ട് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. ഇത് പറിച്ച് സൂക്ഷിച്ച് വെക്കും ഞങ്ങൾ. പറിക്കാം, പിന്നെ പറിക്കാം അല്ലേ. ഇത് അതെല്ലാം പഴുത്ത് നിൽക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരു 5 മണി കഴിയുമ്പോഴൊക്കെയാണ് പറമ്പിലിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. കാരണം നല്ല വെയിലാണ്. ഈ ടവർ നിൽക്കുന്നുണ്ടോ, അത് അതിൻ്റെ കീഴിലാണ് ഞങ്ങൾക്ക് വേറെ കൃഷികളൊന്നും നടക്കുകയില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടും. അല്ലെങ്കിൽ ഈ ടവറിൻ്റെ കീഴെ നല്ല ചൂടാണ്. ഉച്ച സമയത്തൊന്നും നടക്കുകയില്ല. കിട്ടുന്ന സമയമൊക്കെ ഇതാണ്. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങി കാടുമൊക്കെ പറിച്ച് അതിന് മുട്ട് കൊടുത്തു. അതിനൊക്കെ വഴുതനങ്ങയുടെ ഭാരം കൊണ്ട് കമ്പ് ചാഞ്ഞു പോകും. പിന്നെ ഇത് നിൽക്കുന്നത് ഞങ്ങൾ കുള്ളം വാഴ, മഞ്ചേരിക്കുള്ളൻ എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് വിത്ത് മേടിച്ച് സാമ്പിൾ വെച്ച് നോക്കിയതാണ്. ഇതിപ്പോൾ ഒരെണ്ണം കുറച്ചിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞോളൂ. ഇത് 7-ാം മാസം അല്ല, 6 മാസം. മെയ് മാസത്തിൽ വെച്ചതാണ്. മെയ് മാസമല്ലേ, ഏപ്രിലോ മെയിലോ വെച്ചത്, കൃത്യം ഓർക്കുന്നില്ല. ഏപ്രിലാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരെണ്ണം കുടം വന്നിട്ടുണ്ട്. പക്ഷേ കുള്ളം വാഴ എന്ന് പറഞ്ഞാലും പൊക്കമുണ്ട്. പിന്നെ വലിയ പൊക്കമാണെന്ന് ചോദിച്ചാൽ വലിയ പൊക്കമല്ല. ഏതായാലും കേടില്ലാതെ ഒരു 12 വെച്ചിട്ടുണ്ട്. ഇതുവരെയും കേടില്ല. ഇനിയിപ്പം എപ്പോഴത് കേടാകുന്നതെന്ന് അറിയത്തില്ല. പിണ്ടിപ്പുഴു എന്നും പറഞ്ഞൊരു സാധനം പിടിക്കും. ഒന്നുമില്ല, നിലവിലില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ കൃഷികൾ. നേരം പോകണ്ടേ എങ്ങനെയാലും. പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലും പണി വേണ്ടേ. ശരീരം
ഷുഗറോ പ്രഷറോ ഒക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. ഇതുവരെ നിലവിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എപ്പോഴാണ് ഇതൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. പള്ള പറിക്കാനുണ്ട്, പള്ള മുഴുവൻ പറിക്കണം. അതൊരു നാളെ ഇവിടെ വളം ഒഴിക്കണം, ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കണം. കടലപ്പിണ്ണാക്ക് തിളപ്പിച്ചല്ല പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവനെ ഡൈല്യൂട്ട് ചെയ്ത് നാളെ തരണം. ചെറിയ വീഡിയോകളാണ് കേട്ടോ ഞങ്ങളുടേത്. വലിയ വ്യക്തമായ വീഡിയോ ഒന്നുമല്ല. ഞങ്ങളൊക്കെ ഇതിനകത്ത് ശിശുക്കളാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, പറയുന്നതിനകത്തൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം സഹജം, എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പുഴുവുണ്ടോ, ഈ പടവലത്തിൻ്റെ പുഴുവുണ്ടോ? ഈ പുഴു ഇത് നമ്മൾ എന്നാ മരുന്നടിച്ചാലും കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ മരുന്നടിക്കാറില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഇവനെ ഇതുപോലെ പിടിച്ചിട്ട് ഞെക്കി അങ്ങോട്ട് താഴ്ത്തിട്ടേക്കും. അവൻ്റെ കാറ്റ് പോയി. ഇത് കണ്ടോ, ഇതുള്ളൂ. ഇത് നാളെ ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ ചെറുവിരൽ വണ്ണമാവും. ഇങ്ങനെ പറിച്ചു കളയും. അതെന്നും വന്ന് പറിക്കണം. ഇതൊക്കെ നമുക്ക് അതുകൊണ്ടിരിക്കുന്നു ഇതിനാണ് അകത്ത്. കുറേ ദിവസമായി ഇത് നോക്കിയിട്ടതാ. ഓണത്തിന് തിരക്കായതുകൊണ്ട് ഇച്ചിരി ഞങ്ങൾക്ക് ഇതൊക്കെ പുഴുവാ. വഴുതനയിലും പുഴുവുണ്ടായിരുന്നു. അത് ഞാൻ മുമ്പ് പിടിച്ച് കളഞ്ഞു. ഇതിലൊക്കെ പുഴുവുണ്ട്. ഇതുകൊണ്ട് എത്ര പുഴുവാണ് ഇതുണ്ടോ? ഇത് ഒരില തന്നെ 3 പുഴുവാണ്. ആ ഇലയോടെ ഇങ്ങ് പറിച്ചേച്ചു. ഞങ്ങളുടെ അമ്പലത്തിനടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അതുകൊണ്ടാണ് പാട്ട് കേൾക്കുന്നത്. അമ്പലത്തിൽ തൊട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്, ഒരു കുഞ്ഞമ്പലം. നിങ്ങളുടെ സാധാ ഗ്രാമം. ഗ്രാമത്തിലെ ജീവിതം സുഖം. അയ്യേ പുഴു മേത്ത്. എല്ലാം കൊണ്ടും സുഖമാണ്. ശുദ്ധവായു കിട്ടും. പിന്നെ ഇത് പോവും. ഈ പുഴുവാണ് ഇഷ്ടം പോലെയാണ്. ഇഷ്ടം പോലെ പുഴുവാണ്. നേരെ ഇരുട്ടി. ഇനിയിപ്പം നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞങ്ങൾ വരാം കേട്ടോ. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. കമന്റാണ് അത്യാവശ്യം. ഞങ്ങളുടെ ക്യാമറാമാൻ ഉണ്ടവിടെ. ഓക്കെ, ബൈ. വീണ്ടും കാണാം.